പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ ഇന്ന് ഭരണപക്ഷം കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ള ഒരു പ്രതീതിയാണ് ജനിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. ഇതിന് സ്ട്രാറ്റജി പരാജയപ്പെട്ടു എന്നതാണ് ആദ്യത്തെ കാര്യം. കാരണം അതിനുശേഷം വളരെ പെട്ടെന്ന് സഭയുടെ പുറത്തേക്ക് വരിക, സത്യാഗ്രഹം അനുഷ്ഠിക്കാനായിട്ട് 2 MLA മാരിയിരിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ എന്താ നോക്കൂ, ഈ സത്യാഗ്രഹത്തിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല. കാര്യം ആ സത്യാഗ്രഹത്തെ ഒരു വലിയ വികാരമാക്കി മാറ്റാൻ പറ്റും എന്നാണ് പ്രതിപക്ഷം കരുതിയത്. വലിയ രീതിയിൽ കേരളം ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വൈകാരികമായ വിഷയമായിട്ട് അതിനെ മാറ്റാൻ കഴിയുമെന്ന് കരുതി. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ മറുപടിയിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷത്തിൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച കുറഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ 2 MLA മാർ, 2 നിയമസഭാ സാമാജികർ സത്യാഗ്രഹം അനുഷ്ഠിക്കുമ്പോൾ പോലും അതിൻ്റേതായ ഒരു പ്രാധാന്യം അതിന് കിട്ടാതെ പോയത് ഭരണപക്ഷം ഭരണപക്ഷം നേടിയ അപ്പർ ഹാൻഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിഷയങ്ങൾ വളരെ പ്രസക്തമാണെന്ന് കരുതുന്നയാളാണ് ഞാൻ തന്നെ ഈ ഫ്ലോറിലെടുത്ത നിലപാട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴിഞ്ഞ 9 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു വകുപ്പുകളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ദയനീയമാണ് എന്നാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പോലീസ് സേനയെ പൂർണ്ണമായിട്ടും ഒന്നടങ്കം ആക്ഷേപിക്കാൻ കഴിയില്ല.